ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ സാധാരണയല്ല. ഒരു ഭാര്യ ഭർത്താക്കൾ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. അതുകൊണ്ട് ചെറുപ്പക്കാരൻ മംഗളാകുന്ന സമയത്ത് വിവാഹത്തിന്റെ പ്രായമെത്തുമ്പോൾ മംഗളം കഴിക്കണം. പെണ്ണ് കെട്ടുമ്പോൾ എങ്ങനത്തെ പെണ്ണ് കെട്ടണം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണ് നോക്കൽ സുന്നത്താണ്. പെണ്ണിനെ എങ്ങനെ നീ അറിയണം? ഏത് പെണ്ണിനെ നീ സെലക്ട് ആക്കണം? അതും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പെണ്ണ് നോക്കണം. എങ്ങനത്തെ പെണ്ണ് നോക്കണം? എങ്ങനത്തെ പെണ്ണിനെ കെട്ടണം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു പെണ്ണ് കെട്ടുമ്പോൾ 4 കാര്യം നോക്കണം. തുംകഹുൽ മർഅതു ബിഅർബഇ ഖിസാലിൻ ലിമാലിഹാ ലിദീനിഹാ വലിഹസബിഹാ വലിജമാലിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. പെണ്ണ് കെട്ടുമ്പോൾ ഒരു പെണ്ണിൽ നിന്നിട്ട് 4 കാര്യം കിട്ടിയെങ്കിൽ ഓക്കെ. 4 കാര്യം കിട്ടണം. സ്വത്ത്, തറവാട്, ചന്തം, ദീൻ. 4 കിട്ടിയെങ്കിൽ ഓക്കെ. അല്ല മോനെ, സ്വത്ത് കണ്ട് കുടുങ്ങണ്ട. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാക്കിന്റെ പോക്ക് നോക്കണം. സ്വത്ത് കൊണ്ട് കുടുങ്ങണ്ട. പെണ്ണിൽ നിന്നിട്ട് സമ്പത്ത് കിട്ടുന്നു, ബംഗാറ് കിട്ടുന്നു, കാശി കിട്ടുന്നു, തോട്ടം കിട്ടുന്നു, അലിയന്റെ വിസ കിട്ടുന്നു പറഞ്ഞ് ആശിച്ചിട്ട് പെണ്ണ് കെട്ടണ്ട. ഒരു പെണ്ണിൽ നിന്ന് നീ അവളെ സമ്പത്ത് ആഗ്രഹിക്കണ്ട, അവളുടെ തോട്ടം ആഗ്രഹിക്കണ്ട, അലിയന്റെ വിസ ആഗ്രഹിക്കണ്ട. അള്ളാന്റെ റസൂല് പറയുന്നു, ചന്തം നോക്കി കുടുങ്ങണ്ട മോനെ. ചന്തൊന്നും പെണ്ണിനിക്ക് വേണ്ട, കുടുങ്ങി പോതി. നീ നല്ല ചന്തത്തിന്റെ ഒരു പെണ്ണെ കൊണ്ടുവന്നു, അപ്പുറത്തെ മൂസ നോക്കി കൊടുക്കുന്നു, അപ്പുറത്തെ ഈസലൈൻ അടിക്കുന്നു, പിന്നെ ഫിത്തനെല്ലാം വരുന്ന അവിടെ. അതുകൊണ്ട് നന്ന ചന്തത്തിന്റെ പെണ്ണും നിനക്ക് വേണ്ട, ചന്തം കൊണ്ടും കുടുങ്ങണ്ട. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്ക് റസൂലുള്ളാഹിന്റെ വാക്ക് നോക്ക്. ചന്തം കൊണ്ട് കുടുങ്ങണ്ട, സമ്പത്ത് കൊണ്ട് കുടുങ്ങണ്ട. തറവാട് നോക്കണം. എന്ത് തറവാട്? തോട്ടുണ്ടോന്നോ? തോട്ടുണ്ടോന്ന് നോക്കുന്നല്ല. അലിയന്മാർ ഗൾഫിലുണ്ടോ നോക്കുന്നല്ല. എവിടേക്കിത് എവിടെ പോകുന്നു? ഇരിക്കെവിടെ? വാള് തുടങ്ങിയിട്ടില്ല, പോകാൻ തുടങ്ങിയല്ലേ. മുത്തരബന്ധം വീട്ടിൽ കൂടി വീറ്റിരുന്നു. എല്ലാ മുഅ്മിനുകൾ മനസ്സിലാക്കണം, ഇത് വളരെ ഗൗരവത്തോട് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? പെണ്ണിനെ കെട്ടുമ്പോൾ നീ ആഗ്രഹിക്കേണ്ടത് പെണ്ണിൽ നിന്ന് സ്വത്തല്ല, സമ്പത്തല്ല, ചന്തല്ല. പിന്നെ തറവാട് നോക്കണം. തറവാട് എന്ന് പറഞ്ഞാൽ തോട്ടം നോക്കുന്നല്ല, ഉപ്പാക്ക് ഒരേ മോളാന്ന് നോക്കുന്നല്ല. എന്തേ ഒരു മോളായെങ്കിൽ എല്ലാം മണിക്കെന്നെ കിട്ടുമല്ലേ, എല്ലാം എടുക്കല്ലേ? അതും നോക്കണ്ട. അള്ളാന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോനെ തറവാട് നോക്കണം എന്ന് പറഞ്ഞാൽ തസവ്വജൽ വലൂദൽ വദൂദ്, ഏറെ പിരിസം വെക്കുന്ന പെണ്ണിനെ കെട്ടണം, ഏറെ പ്രസവിക്കുന്ന പെണ്ണിനെ കെട്ടണം. അള്ളാഹു നമുക്ക് നൽകട്ടെ. എന്ത് മംഗളായിട്ടില്ലേ? നൽകട്ടെ. നൽകിയതിന് അള്ളാഹു ഒരുപാട് സന്താനം അള്ളാഹു നൽകട്ടെ. നൽകട്ടെ. ഇനി വിട്ടിട്ട് പേരെ കെട്ടാൻ വിട്ടുണ്ടമ്മ. അള്ളാഹു പെണ്ണുങ്ങളെ നന്നാക്കട്ടെ. എന്റെ മുഅ്മിനുകളെ, അള്ളാന്റെ റസൂല് പറഞ്ഞ അർത്ഥവത്തായ മുത്തുപോലത്തെ വാക്കുകളാണ് നാം മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാന്റെ റസൂൽ പറഞ്ഞ് തറവാട് നോക്കണമെന്ന് പറഞ്ഞാൽ ഏറെ പ്രസവിക്കുന്ന പെണ്ണിനെ നോക്കണം. കുടുംബത്തിലേറെ പെണ്ണുങ്ങൾ ഉണ്ടാ നോക്കണം. ഒരു ഉപ്പാക്ക് പെണ്ണെത്തറ നോക്കണം. അങ്ങനല്ല, പെണ്ണ് ഏറുള്ള പെണ്ണുങ്ങളെ കെട്ടണം. മക്കള് ഏറുള്ള സന്താനം നോക്കി പെണ്ണ് കെട്ടണം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. പിന്നെ ഏറെ
പ്രസവിക്കുന്നതും പിരിസം വെക്കുന്ന പെണ്ണിനെ കെട്ടണം. പിന്നെ പിരിസം കിട്ടാൻ വേണ്ടിട്ട് ഉറുക്ക് കെട്ടിയങ്ങാവല്ല. മംഗലം കഴിച്ച് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് പിരിച്ച വരുന്നേയില്ല. അപ്പുറം നോക്കി കിടക്കുന്ന ഉസ്താദ്, മംഗലം കഴിച്ചിട്ട് നോക്കുന്ന ഓൾ അപ്പുറം മൂടിട്ട് കിടക്കുന്ന ഉസ്താദ് എന്നോട് ഫീസല്ല ഉസ്താദ്, നിങ്ങളെ മംഗലം കഴിച്ചു തന്നിന് ഒരു ഉറുക്കാക്കി തരും ഉസ്താദ്. ഉറുക്കുള്ള ബൊങ്ക കെട്ടിക്കൊണ്ടമാകണം. അതിനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നത്, മോനെ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് നീ നോക്കണോ അവരെ കുടുംബജീവിതം എങ്ങനെ നോക്കണോ, ബാപ്പ ഉമ്മാന്റെ പെരുമാറ്റം എങ്ങനെ ഉണ്ടായിരുന്നു, ബാപ്പ മക്കളോട് എങ്ങനെ പെരുമാറുന്നുണ്ടായിരുന്നു, ഇതെല്ലാം കണ്ടുപിടിക്കണം നീ. എന്നിട്ട് വിവാഹം കഴിക്കണോ, ആ സന്താനം കൊണ്ടുവരണോ. അള്ളാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഏറെ പ്രസവിക്കുന്ന പെണ്ണ്. ഇപ്പ 3 പെണ്ണ് വെച്ചെങ്കിൽ റബ്ബെ തലക്ക് കൈ വെച്ചിട്ടായോ പഠിച്ച റബ്ബെ, ഇങ്ങനെ ഇനി വിവാഹം കഴിച്ചു കൊടുക്കുന്ന റബ്ബെ, 7 സ്വത്ത് കൊണ്ടുവന്ന റബ്ബെ, ആരോട് കൈനീട്ടുന്ന റബ്ബെ, മതി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, തനാകഹു തനാസലു ഫഇന്നി ഉബാഹി ബികുമുൽ ഉമം. മംഗളം കഴിക്കണം, സന്താനം ഏറെയാക്കണം. എന്തേ? നാളെ എന്റെ ഉമ്മത്ത് ഏറെയായി കാണുമ്പോ എനിക്ക് സന്തോഷമാണ്. കണ്ടോ അള്ളാഹുവിന്റെ റസൂൽ ചെന്ന ആ റസൂലിന്റെ കൊശി ഞങ്ങൾ ആക്കി കൊടുക്കണ്ടേ, കിടാക്ക ആറാക്കണ്ടേ. മതി, ഒന്ന് മതി. ഗവൺമെന്റ് ചെയ്യുന്നല്ലേ ಚಿಕ್ಕ ಸಂಸಾರ ಸುಖಕ್ಕೆ ಆಧಾರ, ಒಂದು ಗಂಡ ಒಂದು ಹೆಂಡತಿ ಒಂದು ಮಗು ಒಂದು ಮರ, ಲಾಸ್ಟ್ ಬಲ್ಲಿ എടുക്കുമ്പോൾ മരത്തിൽ വെച്ചു. ಗವರ್ಮೆಂಟ್ ಜಲ್ದದು ಚಿಕ್ಕ ಸಂಸಾರ ಸುಖಕ್ಕೆ ಆಧಾರ, ಒಂದು ಗಂಡ ಒಂದು ಹೆಂಡತಿ ಒಂದು ಮಗು ಒಂದು ಮರ, ലാസ്റ്റ് ബല്ലി എടുത്തു പോയിട്ട് മരത്തിൽ. അള്ളാഹുവിന്റെ റസൂൽ ചെന്നതല്ല, നമ്മളെ ശരീഅത്ത് ചെന്ന് എന്തറിയോ, തനാകഹു തനാസലു ഫഇന്നി ഉബാഹി ബികുമുൽ ഉമം. വിവാഹം കഴിക്കണം, സന്താന ഉൽപാദനം ചെയ്യണം. ഞാൻ നാളെ മഹ്ശറയിൽ എന്റെ ഉമ്മത്ത് ഏറെ കണ്ട് സന്തോഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ, प्यार से बोलो मोहम्मद मुस्तफा, जोर से बोलो मोहम्मद मुस्तफा. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, സന്താനം ഏറെയാക്കും എനിക്ക് സന്തോഷാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ സന്തോഷം ഞങ്ങൾ ആക്കണ്ടേ, റസൂലുള്ളാഹിന്റെ കൊശി ഞങ്ങൾ ആക്കണ്ടേ. ഉമ്മമാരെ മാപ്പിളിനോട് ചൊല്ലണോ, എത്ര കിടാക്കാക്കിമ്മ കുറച്ചിരുന്ന ولا تقتلوا اولادكم خشيه املاق. ഖുർആൻ ചൊല്ലുന്നു, ദാരിദ്ര്യത്തെ പേടിച്ച് മക്കളെ കൊല്ലണ്ട. ദാരിദ്ര്യത്തെ പേടിച്ച് മക്കളെ കൊല്ലണ്ട, വിവാഹം കഴിക്കാനുള്ള പേടി കൊണ്ട് മക്കളെ കൊല്ലണ്ട. നഹ്നു നർസുഖുഹും വഇയ്യാഹും, ഞങ്ങളാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും എണ്ണ കൊടുക്കുന്നതും തുന്ന കൊടുക്കുന്നതും. ഇത് ഖുർആനല്ലേ? എന്ത് സംശയണ്ട? ഖുർആനല്ലേ? നിങ്ങളെ മക്കളെ നിങ്ങൾ കൊല്ലണ്ട, നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുന്നത് ഞാനാണ്, ഭക്ഷണം തരുന്നത് ഞാനാണ്. അല്ലാഹുവിന്റെ റസൂല് ചൊല്ലി, മക്കളെ നല്ലൊരു സുന്ദരമായ പെണ്ണിനെ നോക്കി കെട്ടിട്ട് അവൾക്ക് നോക്കേണ്ട സ്വത്തല്ല സമ്പത്തല്ല, ദീനുള്ള പെണ്ണിനെ കെട്ടിക്കോ മുഹമ്മദ് മുസ്തഫ. നല്ല ദീനുള്ള പെണ്ണിനെ നോക്കിട്ട് വിവാഹം കഴിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്ത് ആമീനല്ലേ? നല്ല ദീനിന്റെ ഒരു പെണ്ണിനെ നോക്കുന്നത്. അപ്പൊ ഞമ്മ കെട്ടിയ പെണ്ണെന്താക്കുന്നപ്പാ? ദീനില്ലേ? ദീനുണ്ടല്ലേ? നല്ല ദീനുള്ള പെണ്ണുങ്ങളെ കൂട്ടി തള്ളാക്കി തീർക്കട്ടെ. പണ്ടത്തെ പോലല്ല ഇപ്പൊ. ഇൽമു പഠിക്കാൻ നന്ന ദൂരം പോകണ്ട. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ ബിസ്സീൻ,
ചൈനയിൽ പോയിട്ടെങ്കിലും ഇൽമു പഠിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് ചൈനയിൽ പോവണ്ട. നമ്മളെ ചുറ്റുഭാഗത്ത് വുമൻസ് കോളേജ് ഉണ്ട്, ശരീഅത്ത് കോളേജ് ഉണ്ട്, പെൺമക്കൾക്ക് പെൺമക്കളെ പഠിപ്പിക്കുന്ന കോളേജ് ഉണ്ട്, പെൺമക്കൾക്ക് പെൺമക്കളെ വാത് പറയുന്ന ഉസ്താദന്മാരുണ്ട്, മൊയ്ലിച്ചിമാരുണ്ട്, മുക്കുരിച്ചിമാരുണ്ട്. പണ്ടത്തെ പോലെയല്ല എന്റെ മുഅ്മിനുകളെ. മൊയിലാറ് പഠിക്കുന്ന പെൺമക്കൾ എത്ര ഉണ്ട്? നമ്മളെ ഈ നാട്ടിൽ തന്നെ വുമൻസ് കോളേജ് ഉണ്ട്, അല്ലേ? മുടിപ്പുലുണ്ട്. ഇങ്ങനെ ചുറ്റുഭാഗത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ ഏറിയിട്ടുണ്ട്. ഏറെ ആവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സ്ഥാപനക്ക് സഹായിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സ്ഥാപനം ഏറെയുണ്ട്, ഇൽമിന്ന് ഏറെയുണ്ട്. ഇന്ന് ഓൺലൈനിൽ കൂടി എന്തെല്ലാം പഠിക്കാനുണ്ട്, നെറ്റിൽ കൂടി എന്തെല്ലാം പഠിക്കാനുണ്ട്, ഫേസ്ബുക്കിൽ എന്തെല്ലാം പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ പഠിക്കാറില്ല. നെറ്റ് എന്തിനാണ് റബ്ബ് നമുക്ക് തന്നത്? നെറ്റ് ലൂസാക്കാനല്ല, നെറ്റ് ടൈറ്റാക്കാനാണ്. ഇന്ന് നെറ്റ് നോക്കി നോക്കിട്ട് ഒരു ചെറുപ്പക്കാരൻ നെറ്റ് സമയല്ലേ, എല്ലാം ലൂസൻ. എന്ത് പള്ളിയിൽ ബാങ്കിയേക്കും, ബാങ്ക് വേണ്ട. നിസ്കാരത്തിന് സമയം, നിസ്കാരം വേണ്ട. ജുമാക്ക് പോയെങ്കിൽ സുബ്ഹാനല്ലാഹ് വൽ കഹ്ഫ് വേണ്ട. ദിക്റിന്റെ മജ്ലിസിൽ പോയെങ്കിൽ ദിക്ർ ചെല്ലാനുള്ള മനസ്സില്ല. മൊബൈലുമായിട്ട് ബന്ധല്ലേ. അല്ലാഹു കാക്കുമാറാകട്ടെ. മൊബൈലിൽ ഗുണമുണ്ട്, ദോഷമുണ്ട്. മുഅ്മിനീങ്ങളെ, നല്ലതുണ്ട്, ബെടക്കുണ്ട്. പണ്ടത്തെ പോലെയല്ല. ഉസ്താദ് ജലീൽ ഒരു 100 പത്രങ്ങൾ കൊണ്ടുവരണം ഓരോ പെണ്ണുങ്ങ. നാളെ രാത്രിവിന് ഒരു 100 പത്രങ്ങൾ ആക്കിയിട്ട് കൊണ്ടുവരണം. ഇന്ന് പെണ്ണുങ്ങൾ പേടിക്കുന്ന ഓക്കെ തന്നെ യാക്കെന്ന് കേൾക്കല്ല. കാരണം എന്ത്? 100 പത്രന്റെ മിസൈൽ വന്നിനിപ്പ സ്വിച്ചിട്ടേക്ക് 100 പത്ര പറ. 100 ഇഡ്ലി, 100 ഗുലിയപ്പ, 100 ഇടിയപ്പ, എന്തെല്ലപ്പ വേണോ. ഇന്നെല്ലാം മിഷൻ വന്നുപോയി. ഇന്ന് പെണ്ണുങ്ങൾക്ക് ഒരു പേടിയില്ല. നോക്കി ഇന്നത്തെ പെണ്ണുങ്ങൾക്കുള്ള സുഗന്ധിന്റെ അൽഹംദുലില്ലാഹ്. അള്ളാഹു ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് ഏറെ സുഖം നൽകുമാരാകട്ടെ. സ്വാതന്ത്ര്യം, എന്ത് സ്വാതന്ത്ര്യം അവളെ പെണ്ണുങ്ങൾക്ക് റബ്ബേ. ഇന്ന് പണ്ടത്തെ പെണ്ണുങ്ങളെ പോലെ പള്ളി ബലിക്കണം, തണ്ണി ബലിക്കണം, കറി അറക്കണം, 10 ചൂടണ കയ്യിൽ ഒരു പ്രയാസം ഇല്ല. പണ്ടത്തെ ആ 10 ചുട്ടിട്ടുള്ള പരിപാടി അത് ഞാൻ പണ്ട് തിന്നുണ്ടായി. ഞാൻ ഇപ്പൊ ഈ 10 ഇപ്പോഴും തിന്നലില്ല. കേക്കിയ ഉസ്താദ് ഞങ്ങൾക്ക് 10 ആവല്ല. ഞാൻ വാതിനോട് പോയതും കേട്ടെങ്കിൽ ചെല്ലലുണ്ട്, ഇല്ലെങ്കിൽ ചെല്ലലും ഇല്ല. അവിടെ ഉള്ളതിന് വേണമെങ്കിൽ തിന്നതിന് പുറക്ക് പോയിട്ട് തിന്ന് ബുദ്ധിമുട്ടാക്കുന്ന വേണ്ട ആർക്കും. എന്തേ ഞാൻ ഈ 10 തിന്നലില്ല. എന്തേ അത് തിന്നെങ്കിൽ എന്തോന്ന് തിന്ന പോലെയാണ്. ആ 10 പണ്ടത്തെ 10 കയ്യിലുണ്ടാക്കിയ 10 പൊങ്ങം വരുന്ന 10 ബസലന്റെ കരി, നല്ല മീന്റെ കരി ഉണ്ടെങ്കിൽ റബ്ബേ എന്തൊരു ടേസ്റ്റ്. ഇപ്പൊ ഈ 10 ടേസ്റ്റ് ഉണ്ടെങ്കിൽ ചെല്ലിമ്മ. ഞാൻ അയ്ബാക്കുന്നല്ല. അല്ലാഹുവിന്റെ റസൂല് ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ കുറ്റം പറഞ്ഞല്ല, എനിക്കത് പറ്റുന്നില്ല. കാരണം പണ്ടത്തെ 10 എന്റെ ഉമ്മ എനിക്ക് ചുറ്റി തന്നിന്, ഞാൻ തിന്നിന്, ഞാൻ കണ്ടിന്. റബ്ബേ അതിന്റെ ഒരു ടേസ്റ്റ്. ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ 10 ചുടാറുണ്ടായിരുന്നു. അതല്ലേ അലി റളിയല്ലാഹു അൻഹു വിശന്നിട്ട് വീട്ടിലെത്തുന്ന സമയത്ത് അതാ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ 10 ചുണ്ടുകൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോളെ ഫാത്തിമ, എനിക്ക് വിശക്കുന്നു ഫാത്തിമ, വേഗം 10 കൊണ്ടുവാ. ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു പോയി, ഓ അലിയേ,
കുറച്ചും കൂടി ക്ഷമിക്കണം. കാരണം നിങ്ങളെ 2 മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പത്തിരിന് കാത്തിരിക്കുന്നു. അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് പത്തിരി തരാം. ഈ പത്തിരിന്റെ ഇടയ്ക്ക് മൂപ്പർ പാട്ടും പാടി. ആര്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ്. പെണ്ണുങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പാട്ട്. എന്തിന്റെ? ഇന്നന്നിസാഅ ശയാത്തീനും ഖുലിഖ്ന ലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനി. ഈ പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കിയ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഞമ്മളെ പെണ്ണുങ്ങളുടെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവല്ല. എന്തേ? പണ്ടൊരു മൈലാറ് വാള് പറഞ്ഞു, ചങ്കസ്ഥാനം തൊട്ടാൽ ഉദുമുരിയും. സുബൈക്ക് മാപ്പിള ചന്തന്റെ സാധനം കൊണ്ടുവരുന്ന കാണുന്നു. സാധനം കൊണ്ടുവന്നിട്ട് വിളിച്ച്, ഇതാണ് ഈ സന്തന്റെ സാധനം ഒന്ന് ഉള്ളിൽ വെക്ക്. ഉസ്താദ് ഇന്നലെ പറഞ്ഞില്ലേ സന്തന്റെ സാധനം തൊട്ട് ഉദുമുരിയും. ഉസ്താദ് ചെല്ലിട്ട് എന്തിന്റെ ചങ്കസ്ഥാനം തൊട്ട് ഉദുമുരിയും. ഓള് മനസ്സിലാക്കിയതിനെ സന്തന്റെ സാധനോ? അങ്ങനെ വാത് കേൾക്കും ശരിക്കും കേട്ടോണം. ഞമ്മളാ ഭാഗത്ത് നിങ്ങളെ നാട്ടിൽ നിന്ന് മംഗലെങ്കിലെ ബുദ്ധിമുട്ടുണ്ട്. ഞാനിനി വിഷയം പറയുന്ന ആൾക്കാരെല്ലാം ഞങ്ങളെ മഞ്ഞനാടി ഭാഗത്തിന്റെ പെണ്ണിനെ കൊണ്ടെങ്കിൽ ഞമ്മളെ നാട്ടിൽ നക്ക് നിക്കറുകാർക്ക് ബുദ്ധിമുട്ടാവും. എന്തറിയോ? പണ്ടൊരു മഞ്ഞനാടിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്നു നമ്മുടെ നാട്ടിൽ. നക്ക് നിൽക്കേണ്ട ഒരു മഞ്ഞാടിക്കാർ കൊണ്ടുവന്നിട്ടാകുമ്പോ എന്താ ഈ നക്ക് നിൽക്കേണ്ട പെണ്ണല്ലേ, ഓൾക്ക് എടുത്ത ബസ് എത്ര അറിയാതെ. അമ്മായി പറഞ്ഞു, മോളെ ബസല്ല കറി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഉപ്പിടുന്നു. ഓൾ പോയിട്ട് അതിലേക്ക് ഉപ്പിട്ട് അയിലന്റെ കറി. അമ്മായി പറഞ്ഞത് മഞ്ഞനാട്ടി ഭാഷയില് ബസലിന്റെ കരി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഉപ്പിടുന്നു. ഓൾ വിചാരിച്ച് അതിലേക്ക് ഉപ്പിടഞ്ഞില്ല, അതിലേക്ക് കൊണ്ടിട്ട് ഉപ്പിട്ട് അതിലേക്ക് അറിയല്ലേ ബങ്കര അതിലേക്ക് ഉപ്പിട്ടത്. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പറയും. ബീബി ഫാത്തിമ ബീബി പത്രി ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പാടിയ പാട്ട്. ഈ പാട്ട് കേട്ട പാട് ഫാത്തിമ ബീബി റളിയല്ലാഹു ഓടി വന്നിട്ട് കേൾക്കുന്നു, അലി തങ്ങളെ എന്താണ് നിങ്ങൾ പാടിയത്? ഒന്നും കൂടി പാടൂ. ഇന്നന്നിസാഅ ശയാത്തീനും ഖുലിഖ്ന ലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനി. ഇന്ന് അതിന്റെ അർത്ഥം എന്തുണ്ടാ? ലോകത്തിൽ ഒരുപാട് ശൈത്താന്മാരാകുന്ന പെണ്ണുങ്ങളുണ്ട്. അവരെ എല്ലാം ശൈത്താന്റെ രൂപമാണ് അവർക്കുള്ളത്, ശൈത്താന്റെ പ്രവർത്തനമാണ് അവർക്കുള്ളത്. റബ്ബേ, ആ ശൈത്താന്മാരാകുന്ന പെണ്ണുങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണോ അല്ലാഹ്. ഇത് കേട്ട് ഫാത്തിമ ബിബി അതിന് മറുപടി പറഞ്ഞ്, നിങ്ങക്ക് ബിസി അറിയോ? എല്ലാ പെണ്ണും ശൈത്താനല്ല. പെണ്ണുങ്ങളെ കൂട്ടത്തിനും ഫകുല്ലുകും തസ്തഹി സമുറയാഹീനി. റൈഹാനത്ത് പുഷ്പം പോലത്തെ നല്ല നല്ല സ്വാലിയായ പെണ്ണുങ്ങളുണ്ട്. അത് നിങ്ങളെ പോലത്തെ മഹാന്മാർക്ക് അള്ളാഹു പടച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ പെണ്ണുങ്ങളെ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. കോട്ടിന്റെ പേരുണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾ പേരിച്ചിരുന്ന എന്താ മുഹമ്മദ്, ഞാൻ 40 ലക്ഷത്തിന്റെ പേരാക്കിനേക്കാൻ പോവാ ഒക്ക. അതിന്റെ ബാധലിന്റെ പൈസ എത്ര അറിയോ? 14 ലക്ഷം. ദാറന്തത്തിന്റെ പൈസ എത്ര അറിയോ? 25 ലക്ഷം. എന്റെ പേരിന്റെ ഗ്രൈനൈറ്റ് ഉണ്ടല്ലേ, സുബ്ഹാനല്ലാഹ്, അത് മലേഷ്യത്തേത്, അമേരിക്കത്തേത്, ലണ്ടന്റേത്. സുബ്ഹാനല്ലാഹ്. എന്റെ പേരിന്റെ എതിർഭാഗം ദുബൈ, അതിന്റെ അപ്പുറത്തെ ഖത്തർ, കക്കൂസ് മലേഷ്യത്തേത്. സുബ്ഹാനല്ലാഹ്. തൂർന്ന ഇന്ത്യത്തും പടച്ച റബ്ബ് കാക്കട്ടെ. ഈ സൈസ് പോര. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, പൊരന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആര്?
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ മോനെ, വലിയ വലിയ പൊരയുണ്ട്, ഗ്രാനൈറ്റ് ഉണ്ട്, അല്ലാ കോട്ടിന്റെ പൊരയുണ്ട്, ഉള്ളിൽ സുബ്ഹാനല്ലാഹ് ശൈത്താൻ നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ഒരു ബർക്കത്തും ഇല്ല. അതുകൊണ്ടല്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിന്റെ പൊര ഖബർ പോലെ ആക്കരുത് മോനെ. നിന്റെ വീട് ഖബർ പോലെ ആകണ്ട. ആ വീട്ടിൽ ഖുർആൻ ഓതുന്ന ഉമ്മമാർ വേണം, ഖുർആൻ ഓതുന്ന മക്കള് വേണം, ഖുർആൻ ദിക്ർ ചൊല്ലുന്ന ഉമ്മമാർ വേണം. എങ്കിലേ ബർക്കത്തുണ്ട്. സൂറത്തുൽ ബഖറ നിന്റെ വീട്ടിൽ പതിവാക്കുന്നുവെങ്കിൽ സിഹ്റില്ല, മാട്ടയില്ല, വേറാലെ കൊണ്ട് വാമം വെക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉണ്ടാ വേറാലെ കൊടുന്ന് 40 ദിവസം വാമം വെക്കണറാ? ഉള്ള പൈസ നാശപ്പെടുത്തുന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാ? വാമം വെച്ചിട്ട് 99 രൂപ കേട്ടല്ലേ. ഞാൻ പെണ്ണുങ്ങൾ ഓടുന്ന സുബൈക്ക് കിടക്കണേ. എന്തില്ല ഉസ്താദ്, എന്റെ മാപ്പന്റെ ലൈന് സമയല്ലേ, ലൈന് സമാക്കാൻ പോന്നു, ലൈൻ വേണം. എന്നിന്റെ വിഷയോ എന്തില്ല ഉസ്താദ്, എന്റെ മാപ്പിളുണ്ടല്ലോ, എപ്പോ നോക്കി ഐസമൻ എന്നെ നോക്കുന്നേ ഇല്ല. അതിന് വേണ്ടിട്ട് ഉസ്താദ് ചെല്ലിന് മാപ്പിളിനോട് ചെല്ലിരുണ്ട, നീ വന്നിട്ട് ഒരു ഊർക്കെടുത്തോണ്ട് പോയി എല്ലാം ശരിയാന്ന് ആ ഉസ്താദിനെ വെക്കാമ കൊടുക്കണ്ട കത്തിന്. മാപ്പിളിനോട് ചെല്ലാതെ പറഞ്ഞൊന്നും ചെല്ലേ ഉസ്താദ് ആരത്, ഓനെ കൊത്തണം ഫസ്റ്റ്. ഇസ്ലാം എന്ത് ചെല്ലുന്നേ? ഒരു ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണ് പുറത്തു പോയാൽ അല്ലാഹു അവന്റെ റസൂലിന്റെ ശാപം വരുന്നത് വരെ ഉണ്ട്. മാത്രല്ല ശൈത്താൻ ഓളെ പിന്നിൽ പോയി ചതിക്കും. പിന്നെ മുഹമ്മദിന് ഭാര്യയില്ലാതെയാവും. അല്ലാഹു കാക്കട്ടെ. അതല്ലേ പറാരിയാന്നിപ്പോ മുഹമ്മദിന്റെ ഓള് പറാരി, 3 കിടാക്കല ഉമ്മ ഭാഗ്യ. ഇതെല്ലാം കാരണം എന്തേ? ഒറ്റക്ക് പോന്നേ. ആരടുത്ത് പോന്നേ? ലൈന് ശരിയാക്കാൻ പോന്നേ. പോയിട്ട് ഓളു ലൈന് വേറെ കിട്ടുന്നു. അല്ലാഹു കാക്കട്ടെ. ചിരിക്കണ്ട, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ സംഗതി ഇത് ഉള്ളതാ ഇല്ലതാ? ഞാൻ ചെല്ലിപ്പ ഉള്ളതന്നല്ലേ. ഇല്ലാത്തത് ഇപ്പൊ കേട്ടോണം. പിന്നെ ഉസ്താദ് അങ്ങനെ ചെല്ലിട്ട് പോയിനി അത് കേക്കോണ്ടാ, അയാളെ വിടവും തീറാ. ഇന്നുണ്ടെങ്കിൽ ഇപ്പൊ കേക്കണം, എന്തുണ്ടെങ്കിൽ ഇപ്പ. പിന്നെ ഞാൻ കിട്ടാതെ. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ, എന്റെ സഹോദരങ്ങളെ, റസൂല് ഹബീബ് എത്ര വർഷം, 1400 വർഷങ്ങൾക്ക് പറഞ്ഞതാണ് പെണ്ണേ തൂക്കാൻ പറ്റല്ലേ. ഞാൻ കേട്ടു ഉമ്മ, നിങ്ങൾ ഫത്തുൽ ഫത്താ നോക്കിയതാ, ഉംദത്തുൽ മുസല്ലി നോക്കിയതാ കേട്ട് കിട്ടാം. അപ്പോൾ ഏതോരു തർജിമേലത് അല്ലാഹു നമുക്ക് പഠിപ്പിച്ച ഒരു ദുആ, ഖുർആൻ പഠിപ്പിച്ച ഒരു ദുആ. അത് ദുആറക്കണോ എപ്പോ? വത്തളറു ഫി സഹർ, അത്തായ സമയത്ത്, പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങുമ്പോ പടച്ച റബ്ബ് പറഞ്ഞത്, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിൽ തഖ്വ ഉണ്ടോ? പടച്ച റബ്ബിന്റെ ഭയമുണ്ടോ? അല്ലാഹ് നിനക്ക് വിസൻ തരുന്ന്, ജോലി തരുന്ന്, ഭക്ഷണം തരുന്ന്. അല്ലാഹ് ജല്ലിനെ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. പടച്ച റബ്ബിന്റെ പേടിയുള്ളവനിക്ക് അല്ലാഹ് വഴി കാണിച്ചു കൊടുക്കുന്നു. വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത ഭാഗത്തിൽ അല്ലാഹ് ഭക്ഷണം കൊടുക്കുന്നു. അല്ലാഹു നമുക്ക് ഹലാലായ ഭക്ഷണം നൽകട്ടെ.
ഹലാലായ ഭാര്യമാർ നൽകട്ടെ, ഹലാലായ മക്കൾ നൽകട്ടെ. അതുകൊണ്ട് എന്ത് വേണം? ഉമ്മ, ഞങ്ങളെ മാപ്പിളിന്റെ ബുദ്ധി മോശമായത് കൊണ്ട് ചെല്ലാതെ പോയിരുന്ന മാപ്പിളിനോട് ചെല്ലത്. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച ഓതലുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു വെള്ളിയാഴ്ച പകലും രാത്രിയിലായിട്ട് ഒരു 3 വട്ടങ്ങൾ ഓതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് പള്ളിയിൽ മുസാഫിന് കുറവില്ല. നാളെ 50 മുസാഫിന്റെ ആഴ്ച പള്ളിക്ക് ആർച്ചാക്കാതെ ചെറുക്ക് പോന്നി. എന്ത് അതിന്റെ പൈസ കൊണ്ടുറാ മൊയിലാർക്ക് ശമ്പളം കൊടുക്കണേ. അത് ഒത്തൊരാളെ ഓതുന്നതിന് പറഞ്ഞിട്ട് സുബീന്റെ ശേഷം ഉറങ്ങണ്ട. അത് ഭക്ഷണം ഓഹരി വെക്കുന്ന സമയാണ്. നിന്റെ ജോലി തന്നെ അതിനൊന്ന് പൊട്ടിച്ചു നോക്കി, അതിലൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ ഖുർആൻ ഗാർഹിലായില്ല. പോയില്ല, മുങ്ങി ഹലാക്കായി. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാമിക്ക് ബേജാറായി. മോണല്ലേ, എത്ര അങ്ങോട്ട് പോവാ, മോളതിന് വന്നില്ലെങ്കിൽ താടി വെച്ചെങ്കിൽ എന്റെ മോണല്ലേ നമുക്ക് ദൂരാക്കണമെന്ന അവസ്ഥ. അത് പറ്റുമ്മ അല്ലേ ഞമ്മ ചെല്ലുന്ന. അള്ളാഹു ചെല്ലുന്ന മഹാനായ നൂഹ് നബിയേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അത് നിങ്ങളെ മോനെ അല്ല. അല്ലാഹു ഖുർആൻ ചൊല്ലുന്നു, നിങ്ങളെ മോനെ അല്ല. എന്ത്? നിങ്ങളെ വിശ്വാസത്തിലില്ലവന്, നിങ്ങളെ ഈമാനിലില്ലവന്, അള്ളാഹു വിളിച്ച സ്ഥലത്തും വന്നിട്ടില്ല. അതുകൊണ്ട് ഞമ്മ ആരെയും കണ്ടിട്ടില്ല. കണ്ടതാര്? മഹാനായ ശംസുൽ ഉലമാ, മഹാനായ താജുൽ ഉലമാ, മഹാനായ നൂറുൽ ഉലമാ, മഹാനായ ഖമറുൽ ഉലമാ, മഞ്ഞനാടി ഉസ്താദ് അബ്ബാസ് ഉസ്താദ്, മാണി ഉസ്താദ്, ബേക്കല ഉസ്താദ്, പൊസോട്ടു തങ്ങൾ, താഹിർ തങ്ങള്, ഇങ്ങനെയുള്ള കോട്ട ഉസ്താദ്, ചെമ്പരിക്ക ഉസ്താദ്, ഇങ്ങനെയുള്ള വലിയ വലിയ ആര് പഠിപ്പിച്ച ദീനല്ലേ സത്യമായ ദീന്. അവർ പറഞ്ഞു മൗലിദ് ഓതുമാനെ ശിർക്കില്ല, മാല ഓതുമാനെ ശിർക്കില്ല, ബദ്രീങ്ങളെ പാട്ട് പാടുമോ ശിർക്കില്ല, ബദ്രീങ്ങളെ വിളിക്കുമോന് ശിർക്കല്ല. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ ഗൗസ്, യാ മുഹിയുദ്ദീൻ, യാ റിഫായി എന്ന് വിളിക്കുമോനെ അത് ശിർക്കില്ല. ആര് പറഞ്ഞു തരുന്നു? മഹാനായ ശംസുൽ ഉലമാ ദർജ ഉയർത്തി കൊടുക്കട്ടെ, മഹാനായ താജുൽ ഉലമാ ദർജ ഉയർത്തി കൊടുക്കട്ടെ, മഹാനായ ബേക്കൽ ഉസ്താദ് മുഫ്തിയല്ലേ, ഇന്ന് ശംസുൽ ഉലമാ എന്ന് പേര് കൊടുക്കേണ്ട ഒരു മഹാനല്ലേ മഹാനായ ബേക്കൽ ഉസ്താദ്. അല്ലാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് നൽകട്ടെ. അങ്ങനെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, ജബ്ബാർ ഉസ്താദ്, ഇങ്ങനെ പറയുന്ന വലിയ വലിയ പണ്ഡിതന്മാർ, അവർ മൗലിദ് ഓതി അതിലൊരു ശിർക്കുമില്ല, ഒരു തപ്പുമില്ല എന്നവർ പറയുമ്പോ ഏതോ ഒരു പടുജാഹിൽ വന്നിട്ട് ചെല്ലുന്നത് ശിർക്ക്. അത് അങ്ങനെ, അത് ഇങ്ങനെ. അല്ലാഹുവിന്റെ റസൂൽ ഒരു സാധാരണ മനുഷ്യന്. എങ്കിലോ ഞങ്ങൾ വിശ്വാസം ഉൾക്കൊള്ളൂടാ. പടച്ച റബ്ബ് ഉറച്ച ഈമാൻ നൽകുമാറാകട്ടെ. ആരോത്തം വന്നിട്ട് ചെല്ലുന്നേ അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹാനല്ലാഹ് ഓന്റെ പോലത്തെ ഒരു മനുഷ്യൻ. പടച്ച റബ്ബ് കാക്കട്ടെ.
ഇങ്ങനെ ആമീൻ ചൊല്ലുന്ന മടിക്കുന്ന അല്ലാഹ് കാക്കട്ടെ. വേറെ ആരുമല്ല, ഞമ്മളെ കുടുംബം എന്നെ ചൊല്ലുന്ന ബാ, ഞങ്ങളെ മക്കൾ എന്നെ ചൊല്ലുന്ന ബാ, ഞമ്മളെ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്നവർ ചെല്ലുന്ന റസൂലുള്ള സാധാരണ മനുഷ്യ. ബേക്കൽ ഉസ്താദ് ചൊല്ലിയതല്ല, നൂറുലുലമ ചൊല്ലിയതല്ല, ബോസോട്ട് തങ്ങൾ ചൊല്ലിയതല്ല, കടലുണ്ടി തങ്ങൾ ചൊല്ലിയതല്ല. ഏതോ ഒരു പടുജാഹില്, ആരാണ് പടുജാഹില്? നാലാമണോ പടുജാഹിലാണെന്നില്ല, പലാമണോ പടുജാഹിലാണവനില്ല, അവൻ ജാഹിലാണെന്നുള്ളതും അവനില്ല. അവനോടടുക്കല്ല ഹബീബേ പോടോ, കഴുതക്ക് പുല്ല് പൊരിക്കടോ ഹൈറാടോ. പടുജാഹില് ചെന്ന ജാഹില്, സാധാരണ ജാഹിലല്ല, പടുജാഹിൽ എന്നൊരു ജാഹിൽ. ഓണിക്ക് ആലിമീങ്ങ വേണ്ട, തങ്ങന്മാര് വേണ്ട, ഉസ്താദ് വേണ്ട. ഞാനെ ഒലി ഒലിയല്ല, ഓണി എലി ഒലി എന്നില്ല ഒലി. എനിക്കല്ല അല്ല മതി, എനിക്ക് റസൂല വേണ്ട, എനിക്ക് ഔലിയാക്കന്മാര് വേണ്ട, അല്ല മതി. അല്ല ചെന്നേ നബിയേ, തങ്ങളെ സഹായിക്കാൻ ജിബ്രീലുണ്ട് നബിയേ, മീകായിലുണ്ട് നബിയേ, മലായികത്തുണ്ട് നബിയേ, മുഅ്മിനീങ്ങളുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് അല്ല ചെന്നേ നിങ്ങളെ കാക്കാൻ, നിങ്ങൾക്ക് സഹായിക്കാൻ മലായികത്തുണ്ട് നബിയേ, ജിബ്രീലുണ്ട് നബിയേ. അല്ല മതി. അള്ളാന്റെ റസൂലിനോട് അല്ല ചെന്നങ്ങനെ നബിയേ തങ്ങളെ സഹായിക്കാൻ വൽ മലായികത്തു ബഅദ ദാലിക ലഹീറാ, മലക്കുകളും സഹായിക്കുന്നു നബിയേ. സഹായിച്ചില്ലേ? ബദ്ർ യുദ്ധത്തിൽ 5000 മലക്കുകൾ ഇറങ്ങിയിട്ട് സഹായിച്ചില്ലേ ബദ്രീങ്ങളെ? ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ലേ? അസ്രായിൽ അലൈഹിസ്സലാം കണ്ടില്ലേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ മദീനത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഓതുമ്പോ അബൂജഹൽ വന്ന് കപാലത്തെ കടിച്ച് ചോര ഒലിച്ചു. ഇബ്നു മസ്ഊദ് തങ്ങൾ ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു നബിയേ അബൂജഹൽ എന്നെ അടിച്ചിട്ട് ചോര വന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലി ഇബ്നു മസ്ഊദ് നീ പേടിക്കണ്ട, നാളെ നിനക്കൊരു സമയമുണ്ട്. നിന്നെ ഇന്ന് കപ്പലത്തെ അടിച്ചവനെ നാളെ നിന്റെ കത്തി കൊണ്ടൊന്ന് മുറിക്കാനുണ്ട് മോനെ. ആ അബൂജഹലിനെ കൊല്ലുന്നത് നീയാണ് മോനെ. അമറ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയതുപോലെ ബദ്ർ യുദ്ധത്തിൽ അസ്രായിൽ വന്നു അടി കൊടുത്തു അബൂജഹൽ. ആ അബൂജഹൽ വീണപ്പോ ഇബ്നു മസ്ഊദ് നോയിക്കോണുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയിട്ട് ഒരൊറ്റ ചാട്ടം അബൂജഹലിന്റെ നെഞ്ഞിൽ പോയിട്ട് ഒരു ഇരിക്കൽ. ഇരിക്കുമ്പോ ഇങ്ങനെ നോക്കുന്നു, ഇതാരാ? ആടും കരിവിനത്തിൽ ഊടും പയൽ ഗണത്തിൽ. അബൂജഹൽ ചെന്ന് എടാ എന്നെ ആട് വെച്ചോണ്ടുണ്ടായ നീ അല്ലടാ, നീ എന്റെ നെഞ്ഞിൽ കേട്ട് എന്നെ അർക്കോണായത്. നിന്റെ കത്തിക്ക് മൂർച്ച ഉണ്ടറാ? എന്റെ കത്തി എടുക്കറ, എന്റെ കത്തി എടുത്തോ, എടുത്തിട്ട് അറുത്തിട്ട് ഒറ്റ നീട്ടത്തിൽ അറുത്തിട്ട് മുഹമ്മദിന്റെ മുമ്പിൽ കൊണ്ടോ, എന്റെ തല കണ്ടിട്ട് പേടിക്കട്ടോ. അപ്പോഴും ചെല്ലുന്ന അബൂജഹൽ അല്ലാഹു കാക്കട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറുത്തിട്ട് ആ തലനെ കുത്തിയോണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി. പണ്ട് ഖുർആൻ ഓതുമ്പോ കൗലത്തേക്ക് അടിച്ച ചോര ഒൽപ്പിച്ചവന്റെ തലയെടുത്തോണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി പ്രവചിക്കുന്ന നബി, ചൊല്ലിയത് ചൊല്ലിയ പോലാകുന്ന നബി. കുപ്പിയകത്തുള്ളേ വസ്തുവിനെ പോലെ കാണുന്ന നിങ്ങളെ കൽഭാഗമെന്നോവർ. അല്ലാഹു ഖലല്ലാഹ് റസൂലുള്ളാഹ് റബ്ബുൻ കരീമുള്ളാഹ് ജൗഹർ വലിയുള്ളാഹ്. പണ്ട് മുഹീദ്ദിമാല പാടുമ്പോ ഈ പാട്ടുള്ള ചൊല്ലിക്കൊണ്ട് അല്ലേ?
ഇപ്പൊ ചെല്ലില്ലേ ഫാസ്റ്റ് ഫുഡ് പോലെ അല്ല. ഏത് ഹോട്ടലിൽ പോയി ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന ലാസ്റ്റ് ഫുഡ് അരമണിക്കൂറിൽ നിന്നിട്ട് പിന്നെ കൊണ്ടുവന്നോ. എന്താ ഫാസ്റ്റ് ഫുഡ് ഒന്നും ബോർഡിട്ടില്ലേ? അതന്നെ ഉസ്താദ്, അതിന്റെ പേര് ഫാസ്റ്റ് ഫുഡ്, കിട്ടുന്ന ലാസ്റ്റിൽ. അതേപോലെ ഇന്ന് എല്ലാം ഫാസ്റ്റ്. ഇന്ന് നിസ്കാരം ഫാസ്റ്റ്, ദിക്റും ഫാസ്റ്റ്, റാത്തീബും ഫാസ്റ്റ്, നാറ്റും ഫാസ്റ്റ്, മംഗളം ഫാസ്റ്റ്, കുട്ടികാലം ഫാസ്റ്റ്, എല്ലാം ഫാസ്റ്റ്. സുബ്ഹാനല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് അർജന്റാക്കിയിരുന്ന എന്തൊക്കെയാക്കാന്നല്ല ഒരു പേരുന്ന ജാതി ഇല്ല, ഒരു പേരുന്നില്ല കാണില്ല. അമ്മായി ചെന്ന് ഈനെ എന്തിന്റെ കൊണ്ടുവന്ന വലല്ല വേറെ കെട്ടറ ഇന്നെ വിടറ, ഇത് പേരുന്ന ജാതി അല്ലറ, ഇത് കൊണ്ടറ കൊടുക്കണ്ട അമ്മായിക്ക് തരണ്ട വിലത്തിൽ അല്ല തരണ്ട കിടാക്ക. നബി അലൈഹിസ്സലാം 80 ചില്ലാരം വർഷത്തിന്റെ ശേഷം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം അള്ളാനോട് ചൊല്ലിയതെന്ത്? ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅലർ റഅസു ശൈബാ. പടച്ച റബ്ബേ, എന്റെ തല കൊഴുത്തുപോയി, തലമുടിയതാ വെളുത്തായി പോയി, എന്റെ നാടി നരമ്പുകൾ നുറുമ്പിപ്പോയി. അല്ലാ, ഞാൻ വയസ്സനായി പോയി. എന്റെ പെഞ്ഞായി, എന്റെ ഭാര്യ ഗുഡാൻ, പ്രസവിക്കാത്തവളാണെന്നെല്ലാരും പറയുന്നു. എന്നാൽ റബ്ബേ വലമ്മകും ബിദുആഇ റബ്ബി ശഖിയാ, നിന്നോട് ദുആ എന്നിട്ട് എന്റെ ആശ മുറിഞ്ഞിട്ടില്ല. വയസ്സായ സക്കറിയ നബി ചെല്ലുന്നേ. ഇപ്പൊ ചില തൊണ്ടമാർ പേരുന്ന അറിഞ്ഞ നിങ്ങ വയസ്സത്യുമ്മ പെറ്റത് അല്ല കൊടുക്കുന്നുമ്മ. വയസ്സത്യമാർക്കും കിടാക്കല്ല അല്ല കൊടുക്കും. ധൈര്യമില്ല. സക്കറിയ നബി ഞാൻ ദ്വാർന്നിട്ട് ആശ മുറിഞ്ഞിട്ട് നീ എനിക്ക് കിടാവ് തരൂ, എന്റെ തലമുടി പൽത്തെങ്ങോ, ഞാൻ എന്റെ വയസ്സായെങ്ങോ, എന്റെ ഭാര്യ പെറാത്ത പെണ്ണ് ആര് ചെല്ലിയെങ്ങോ, നീ തന്നെങ്കിൽ ഓക്കെ, യാക്കതില്ല അവിടെ. അല്ല ചൊല്ലില്ലേ, ഓ സക്കറിയ നബിയേ, നിങ്ങൾക്കൊരു കിടാവ് തരാൻ പോകുന്നു. നിങ്ങളെ ഭാര്യ പ്രസവിക്കാൻ പോകുന്നു. നിങ്ങളെ ഭാര്യ എന്റെ വയറ്റിലുള്ള കിടാവ് അല്ലാ ഭൂമിയിലേക്ക് വന്നാൽ ആ കിടാവിലേക്ക് ഒരു സ്പെഷ്യൽ പേര്, ഇതുവരെ ഇടാത്തൊരു പേര് ഞാൻ വെച്ചിട്ടാണ് അയക്കുന്നത്. യഹ്യാ ഇന്ന നുബശ്ശിറുക ബിഗുലാബിൻ ഇസ്മുഹു യഹ്യാ. അല്ലാഹു കൊടുത്തില്ലേ യഹ്യാ എന്ന കിടാവ്? അത്ഭുതല്ലേ? അള്ളാഹ്ക്ക് വല്ല പണിയമ്മ ഓല് ചെല്ലുന്നേ. പെണ്ണ് വേറെ കെട്ടറ, ഓന്റെ ഉമ്മ ചെല്ലുന്ന എന്താക്കണം ഉമ്മ, വിമാനില്ലാത്ത ഉമ്മ. നോക്കുമ്പോ എന്തിന്റെ വേറൊന്ന് കെട്ടി നോക്കുമ്പോ ഓളും പെട്ടു ഏനെ വിടുന്നേ വിടുന്നേ. അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ, കല്യാണം എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയാണ്. ദാമ്പത്യ ജീവിതം ചെല്ലുന്ന വലിയ വിഷയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ വിഷയം ഇനിയും ഒരുപാട് പറയാനുണ്ട്, സമയമില്ല.